സിക്സ് പാക്ക് നായകൻ ഒട്ടിച്ചിട്ടില്ല. സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും, ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്തരമുള്ള ഒരു ട്രൈയും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് തന്നെയാണ്. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കലിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഒരു ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ എന്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു നസ്ലൻ. നമ്മൾ വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ഒരു ജോജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല. എന്തോ അദ്ദേഹം അത് ആദ്യമായിട്ട് കേട്ടു, ഓക്കെ പറഞ്ഞു, പിന്നെ കൂളായിട്ട് പോയി. ഒരു സിക്സ് പാക്ക് നായകൻ എന്ന ലെവലിലേക്ക് വളർന്നു. സിക്സ് പാക്ക് നായകൻ ഒട്ടിച്ചിട്ടില്ല. നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ എഫേർട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഒരു നോർമൽ ക്രിഞ്ച് നായകൻ അല്ലെങ്കിൽ ഒരു റൊമാൻസ് മാത്രം ഹാൻഡിൽ ചെയ്തോടുന്ന നായകനായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി കുറച്ച് ഒരു ആക്ഷൻ ലെവലിലേക്ക് വളർന്നതായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. അത്ര എഫേർട്ട് ഫീൽ ചെയ്തു. ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല ജേണിയിലും എല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടെ വന്നതുകൊണ്ടാണ് ആ സ്ക്രീനിൽ അതിന്റെ ആ രസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നു. ക്ലാസ്സിന് കൊണ്ടുപോകുന്നതാണോ? തീർച്ചയായിട്ടും. പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ, പിന്നെ ഈ കൂട്ടത്തിൽ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ബോക്സിംഗ് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതല്ല. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ അത് എന്റെയും എൻ്റെ സുഹൃത്തുക്കളെയും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആ ഐഡിയ ഇൻസ്പയർ ആയപ്പോഴാണ് എന്നാ പിന്നെ അത് ബോക്സിംഗ് സിനിമയാക്കാം, അത് ബോക്സിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബോക്സിംഗ് സിനിമയായിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. ഒരിക്കലും നമ്മളതൊരു ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഒരു ഇതിന് മുമ്പുണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു ഫോർമാറ്റിലും അത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനോ ആലോചിച്ചിട്ടില്ല. എന്തായിരുന്നു അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അതിന്റെ മാക്സിമം ഓണസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാവാൻ. നസ്ലിനോടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. അതായത് ചോദ്യം, ഒരു സീനിനകത്ത് ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, അതായത് 5, 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ്, ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് തമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളത് കമ്പോസ് ചെയ്യും? 1, 2 പേര് വർത്താനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളതായിരുന്നു. യെസ്, അത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഈ പടം തുടങ്ങിയ സമയത്ത് ഞാനത് അമ്മനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ, എസ്പെഷ്യലി ഇന്റീരിയർ, എനിക്ക് ഒരു ജിമ്മാണെന്ന് തോന്നുന്നു. നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവൻ
ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുവാണ്. പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉള്ള പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് തീരുമ്പോഴും നമ്മൾ 1 മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും പേരുള്ളപ്പോൾ വി ഹാവ് ടു എക്സ്ചേഞ്ച് ലൈക്ക് ലോട്ട് ഓഫ് ഷോട്ട്സ്. എല്ലാവരുടെയും ഷോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും സജഷൻസിൽ വൈഡും 3/4 ഷോട്ടുകളും ഇൻഡിപെൻഡന്റ് ഷോട്ടുകളും ക്ലോസപ്പുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഇനിഷ്യലി ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. മോർ ടോക്കി സീൻസും ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലാണ്. ബട്ട് ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു. നമ്മൾ എല്ലാ ആർട്ടിസ്റ്റിനെയും വിളിച്ചിട്ട് തന്നെ നമ്മൾ ഒരു സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ന ആൾ ഇവിടെ ഇരിക്കൂ അല്ലെങ്കിൽ ഇന്ന ആൾ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന പോലെയല്ല. നമ്മൾ എല്ലാ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ സ്പോട്ടിൽ സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു ലിബർട്ടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എടാ ഇതിപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കാം, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റിൽ നമ്മളത് ട്വീക്ക് ചെയ്ത് എടുത്തു എന്ന് വേണം പറയാം. താങ്ക് യു, ഗുഡ് ക്വസ്റ്റ്യൻ മാം.